ആണ്ടർതി കൊയ്ത്തിന് മുഴുത്ത ബക്കറ്റുമായി അപ്പോസ്തലന്മാർ രംഗത്ത്. വരുന്ന ഒരു കൊല്ലം കാര്യമായ പണിക്കൊന്നും പോകാതെ വീട്ടിലിരുന്ന് സുഖമായി സാപ്പിടുവാൻ പറ്റുന്ന രീതിയിൽ ആണ്ടർതി മിന്നിച്ചേക്കണേ എൻ്റെ ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിലെ പൈശാചികദാസന്മാരും അപ്പോസ്തലന്മാരും കള്ളപ്ലാച്ചർമാരും സകല പാതിരിപ്പാമ്പുകളും ഇന്ന് മുട്ടൻ ബക്കറ്റുകളുമായി കോട്ടും സൂട്ടുമിട്ട് തെണ്ടാനിറങ്ങും. തങ്കപ്പൻ, കുട്ടി തോമസ്, കൊച്ചു പൈശാചികൻ ക്രോണക്ക്, ചൊറിയൻ താരു, അപ്പോസ്തലൻ ടിനു, ടിജോ, പതാകാപറാൻ എന്ന ഉണ്ടക്കുഞ്ഞുമോൻ, ഒനിടാച്ചകത്താൻ, അനി ജോർജ്, എരുമബിനു, ഉടായ്പ് സജിത്ത്, കുടുക്കഷാജി കുട്ടപ്പൻ എന്ന ഡാമിയനും ലവൻ്റെ കെട്ടിയവളും, ഒലക്ക അപ്പാപ്പനും, രാജക്കാട് സിന്ധുവും, ടപ്പാങ്കൂത്ത് രാജേഷ്, കുറുവാസനൻ ജോസഫ് എന്ന് വേണ്ട സകല അണലികളും ഇന്ന് മാളത്തിന് പുറത്തിറങ്ങും. എന്തിന്? ആണ്ടർതി കൊയ്ത്തിന്. കേരളത്തിലെ സകല ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്റ്റാൻഡുകളും കേന്ദ്രീകരിച്ച് ഇത്തരം വചന വടുവകൾ പരിപാടികൾ നടത്തുന്നുണ്ട്. രാത്രി 7 മുതൽ നാളെ വെളുപ്പിന് 1 മണി വരെ നോൺ സ്റ്റോപ്പ് അമറലിന് തയ്യാറായിയാണ് പ്ലാച്ചർമാർ വരുന്നത്. പിടുങ്ങുന്ന സൂത്രകാഴ്ചകൾ കൊണ്ടുപോകുവാൻ വലിയ ടെമ്പോ ട്രാവലറുകളിലാണ് ഇവർ വരുന്നത്. കഴിഞ്ഞ 1 കൊല്ലം നിന്റെ തല പോകാതെ കാത്തുരക്ഷിച്ച ദൈവത്തിന് നന്ദി സൂചകമായി ആദ്യ സ്വത്രകാഴ്ച ഇടുവാൻ 7:30 പറയും. ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോൾ നിനക്ക് ഇത്രയും കാലം ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങളും നന്മകളും ഓർത്ത് അമർത്തി കുലുക്കി കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് 2ാമത്തെ സ്വത്രകാഴ്ച ഇടുവാൻ ആവശ്യപ്പെടും. 3ാമതായി പുതുവത്സരപ്പിറവി ആകുമ്പോൾ തന്നെ സ്തോത്രകാഴ്ച ഇടുവാൻ പറയും. എന്തിന്? വരുന്ന വർഷം നിന്റെ തല പോകാതെ നന്മകളുണ്ടാവാൻ. ഇതിനൊക്കെ ഞങ്ങൾ നിനക്കെന്തിനാണടാ അപ്പോസ്തലിയ പണം തരുന്നത് എന്ന് ഒരൊറ്റ മുണ്ണക്കുഞ്ഞുങ്ങളും ചോദിക്കില്ല. കയ്യിലുള്ളത് മുഴുവൻ ദൈവത്തിനാണ് എന്ന് പറഞ്ഞ് വാരി ഇട്ടുകൊടുക്കും. ഇവന്മാർ നിങ്ങളെക്കൊണ്ട് ഉപജീവനം നടത്തുകയാണ്, കൃഷി നടത്തുകയാണ് എന്ന് ആദ്യം തിരിച്ചറിയുക. ദൈവത്തിന് നിങ്ങളുടെ സ്വത്രകാഴ്ച കൊണ്ട് യാതൊരു ആവശ്യവുമില്ല എന്ന് മനസ്സിലാക്കുക. 90% പ്ലാച്ചർമാരും അധികം പൈസയൊന്നും മുടക്കാതെ തട്ടുപരിപാടികൾ നടത്തിയാണ് ആണ്ടർതി ഉടായ്പ നടത്തുന്നതെങ്കിലും കോട്ടയംകാരൻ തങ്കപ്പനും കൊട്ടാരക്കരയിലെ അപ്പോസ്തലനും മെഗാ ഷോ ഒരുക്കിയാണ് തട്ടിപ്പിനിറങ്ങിയിരിക്കുന്നത്. അപ്പോസ്തലൻ ടിനു ഇപ്പോഴും എയറിലായതിനാൽ ഇത്തവണ കാര്യമായ പരിപാടി ഒന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നില്ല. എന്നാൽ കോട്ടയം തങ്കപ്പൻ ലക്ഷങ്ങൾ മുടക്കി മെഗാ ഷോയാണ് ഇത്തവണയും ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയുടെ പേരിൽ വിശ്വാസികളുടെ പക്കൽ നിന്നും നിർബന്ധിത പിരിവുകൾ നടത്തിയിട്ടുണ്ടെന്ന് വിശ്വാസികൾ തന്നെ ഞങ്ങളോട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടികൾ മാർക്കറ്റ് ചെയ്ത് ആവശ്യത്തിനുള്ള സ്പോൺസർമാരെയും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ആലുവ കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ പരിപാടിയിൽ ഉണ്ടായതുപോലെയുള്ള അപകട സാധ്യതകൾ നിലനിൽക്കെ ഇത്തരം കൾട്ടുകളുടെ മനുഷ്യദൈവങ്ങളുടെ പരിപാടിക്ക് പോലീസ് യാതൊരു മാനദണ്ഡങ്ങളും വെച്ചിട്ടില്ല. ആർക്കും എവിടെയും ഇത്തരം പരിപാടികൾ നടത്താം, പണപ്പിരിവ് നടത്താം. കളമശ്ശേരിയിലും കലൂരുമൊക്കെ ഉണ്ടായതുപോലെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളിൽ പോലീസ് ശ്രദ്ധ കാണിക്കുന്നത്. ഇവരുടെ തട്ടിപ്പിനിരയായ യുവന്മാർ കുടുംബം കലക്കിയ ആയിരക്കണക്കിന് ആളുകൾ നീറുന്ന മനസ്സുമായി ഇവിടെയുള്ള പോലീസ് ഇന്റലിജൻസ് സംവിധാനങ്ങളൊന്നും കാര്യമായി എടുത്തിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ 8 പേരുടെ ജീവനാണ് കളമശ്ശേരിയിൽ എടുത്തത്. മദ്യലഹരിയിൽ കിടന്ന് ആറാടുന്നവരെ പോലെ തന്നെയാണ് ഭക്തിഭ്രാന്തായി തുള്ളുന്നവരും. 2 കൂട്ടർക്കും സ്ഥലകാല ബോധം ഉണ്ടാവില്ല. ഭക്തിഭ്രാന്തായവർക്ക് ആത്മവിശ്വാസം കൂടും. കാരണം തങ്ങളോടൊപ്പം ദൈവമുണ്ട്, തങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല എന്നതായിരിക്കും ഇവരുടെ ഒരു ധാരണ. ഇത് കേൾക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഈ പൈശാചിക പരിപാടികളിൽ നിന്ന് ഈ പുതുവത്സര ദിനത്തിലെങ്കിലും ഒഴിഞ്ഞു നിൽക്കുക. പുതുവർഷത്തിൽ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ പരിപാടികളെല്ലാം നിങ്ങളുടെ പോക്കറ്റടിക്കുവാനുള്ള പൈശാചിക പരിപാടിയാണെന്ന് തിരിച്ചറിയുക. പുതുവത്സരത്തിൽ ഇത്തരം പൈശാചികന്മാരിൽ നിന്നും അകന്നു നിൽക്കുക. അതായിരിക്കട്ടെ നമ്മുടെ പുതുവത്സര പ്രതിജ്ഞ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.